ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് പാർട്ട് 1 ആണ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് പാർട്ട് 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ആദ്യത്തെ 2 തിയറീസാണ് നോക്കിയത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബിഹേവിയറൽ തിയറീസും മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസും ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ബിഹേവിയറൽ തിയറീസ്. These theories focus on organizational goals along with the satisfaction of human needs. ഓക്കെ, അപ്പോൾ അത് പേര് പോലെ തന്നെ ബിഹേവിയറൽ തിയറീസ് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തിയറിയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണത്, ഈ തിയറി എന്ത് ചെയ്യാണ്, ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തിനോടൊപ്പം, വിത്ത് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്, അഥവാ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്ത് അച്ചീവ് ചെയ്യുക, ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുക എന്തിനോടൊപ്പം, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്. അതാണ് ഈ തിയറി ഫോക്കസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ഇൻ ഫോക്കസ് ഫ്രം വർക്ക് പ്ലേസ് കണ്ടീഷൻ ടു ഹ്യൂമൻ സൈഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വർക്ക് കണ്ടീഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് എന്തിനു കൊടുക്കുക, ഹ്യൂമൻ സൈഡിലേക്ക് കൊടുക്കുക. വർക്ക് കണ്ടീഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രൊഡക്ഷൻ, സെയിൽ, അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് ഹ്യൂമൻ സൈഡിലേക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ മൊറയിൽ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഇവിടെ ബിഹേവിയറൽ തിയറീസ് ഫോക്കസ് ചെയ്യുന്നത്. പീപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ച് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച്. അപ്പോൾ എന്താണ് ഈ പീപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ച്, അതുപോലെ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞാൽ, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പീപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പീപ്പിളിന്, അതായത് എംപ്ലോയീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറയണത്, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് അപ്രോച്ചിന് പകരം നമുക്ക് പീപ്പിൾ ഓറിയൻറ്റഡ് അപ്രോച്ച് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ വർക്ക് കണ്ടീഷനും പ്രൊഡക്ഷനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനോടൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് പരിഗണന ആർക്ക് കൊടുക്കുക, അവിടെയുള്ള ഹ്യൂമൻ സൈഡിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് 2 ഇമ്പോർട്ടൻറ്റ് തിയറീസ്, എ ഹ്യൂമൻ റിലേഷൻസ് തിയറി ആൻഡ് ബി ബിഹേവിയറൽ സയൻസ് തിയറി. അപ്പോൾ ഈ തിയറീസിൽ തന്നെ പിന്നെ 2ആയിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിലേഷൻസ് തിയറി ആൻഡ് സെക്കൻഡ് വൺ ബിഹേവിയറൽ സയൻസ് തിയറി. സോ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഹ്യൂമൻ റിലേഷൻസ് തിയറി. എൽട്ടൺ മേയോ, ദ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഫോക്കസസ് ഓൺ ഇൻക്രീസിംഗ് ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻക്രീസിംഗ് ദ മൊറയിൽ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ എൽട്ടൺ മേയോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഒരു മാനേജറിയൽ സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. ദ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന എൽട്ടൺ മേയോ കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് ഇൻക്രീസിംഗ് ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻക്രീസിംഗ് മൊറയിൽ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ മൊറയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട്, വർക്കേഴ്സിൻ്റെ മൊറയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മവീര്യം. വർക്കേഴ്സിൻ്റെ, ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്, അവിടെയുള്ള എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിൻ്റെ മൊറയിൽ, ആത്മവീര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. അതുവഴി അവരെ നല്ലതുപോലെ ജോലി ചെയ്യിപ്പിച്ച് പ്രൊഡക്ടിവിറ്റി, ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അതാണ് എൽട്ടൺ മേയോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. സോ ദ റിസൾട്ട് വേർ ഒബ്റ്റൈൻഡ് ത്രൂ എക്സ്പെരിമെൻറ്റ്സ് ലൈക്ക്. അപ്പോൾ ഇതന്നെയാണ് ഹ്യൂമൻ റിലേഷൻ തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ മൊറയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അതാണ് ഹ്യൂമൻ റിലേഷൻ തിയറി എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അത് ചിലതാണ്. ഫസ്റ്റ് വൺ ടെസ്റ്റ് റൂം സ്റ്റഡീസ്. അതിൽ തന്നെ 2 വരും. ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്, റിലേ അസംബ്ലി റൂം എക്സ്പെരിമെൻറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ഇൻ്റർവ്യൂവിംഗ് സ്റ്റഡീസ്. ആൻഡ് തേർഡ് വൺ ഒബ്സർവേഷൻ സ്റ്റഡീസ്. അപ്പോൾ ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം, ബിഹേവിയറൽ സയൻസ് തിയറി. ഇവിടെ എന്താണ് പറയണത് നോക്കാം. ഇറ്റ് അപ്ലൈസ് സയൻറ്റിഫിക് വിഷൻ ടു ഹ്യൂമൻ റിലേഷൻസ് തിയറി. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പഠിച്ച തിയറി ഏതാണ്, ഹ്യൂമൻ റിലേഷൻസ് തിയറി. അപ്പോൾ ആ ഹ്യൂമൻ റിലേഷൻ തിയറിയിലേക്കുള്ള ഒരു ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വിഷൻ, ഒരു കാഴ്ചയാണ് ബിഹേവിയറൽ സയൻസ് തിയറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. കോൺസെപ്റ്റ്സ് ഫ്രം സൈക്കോളജി, സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ആർ അപ്ലൈഡ് ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. ഇവിടെ വേറെ ഒന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുറച്ച് ചില കോൺസെപ്റ്റുകളായുള്ള സൈക്കോളജി, സോഷ്യോളജി, അതുപോലെ ആന്ത്രോപോളജി ഒക്കെ ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഈ കോൺസെപ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്തുക.
ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി തുടങ്ങിയ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ബിഹേവിയറൽ സയൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ സൈക്കോളജി, സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറെ പറ്റി നമുക്കറിയാം, മാനസികമായ പഠനം, അതാണ് സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഒരു വ്യക്തിയുടെ ബിഹേവിയറെ പറ്റി പഠിക്കുന്നതാണ് സൈക്കോളജി. ആൻഡ് സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ്സ്, ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഹ്യൂമൻ ബിഹേവിയറെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അതാണ് സോഷ്യോളജി. ഒരു സമൂഹത്തിൻ്റെ തന്നെ ബിഹേവിയറെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജി. ആൻഡ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാലോ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് ഇൻഡിവിജ്വൽസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ്സ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറെ കുറിച്ചും പഠിക്കുക, അതുപോലെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിൻ്റെ ബിഹേവിയറെ കുറിച്ച് പഠിക്കുക, രണ്ടിനെയും കുറിച്ച് പഠിക്കുന്നതാണ് ആന്ത്രോപോളജി. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യോളജിയും ആന്ത്രോപോളജിയും സൈക്കോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്താ നമ്മുടെ ബിഹേവിയർ സയൻസ് തിയറി. ആൻഡ് കോൺസെപ്റ്റ്സ് ഫ്രം വാരിയസ് ഡിസിപ്ലിൻസ് ആർ ടെസ്റ്റഡ് ബിഫോർ അപ്ലൈയിങ് ദം ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ സോഷ്യോളജി ആയാലും ആന്ത്രോപോളജി ആയാലും അല്ലെങ്കിൽ സൈക്കോളജി ആയാലും എല്ലാത്തിനെയും ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്തിരിക്കും, ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കും. ഈ ഡിസിപ്ലിനുകളൊക്കെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഇതിനെയൊക്കെ നമ്മൾ, ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബിഹേവിയറൽ തിയറീസിൽ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ്. ഇവിടെ എന്താണ് പറയണത് നോക്കാം. ദീസ് തിയറീസ് ആർ റെസ്പോൺസീവ് ടു എൻവയോൺമെൻറ്റ് ചേഞ്ചസ്. അപ്പോൾ ഈ മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ഉണ്ടായിരിക്കുന്നത് എൻവയോൺമെൻറ്റ് ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എൻവയോൺമെൻറ്റ് ഉണ്ടാവും, അന്തരീക്ഷം ഉണ്ടാവും. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എൻവയോൺമെൻറ്റിനെ നല്ലതുപോലെ അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താ, ഓർഗനൈസേഷൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് ഓർഗനൈസേഷന് ചിലപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല, മുൻകൂട്ടി അറിയാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന തിയറീസാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ നോക്കാം. ദേ വ്യൂ ഓർഗനൈസേഷൻ ആസ് എ ഡൈനാമിക് ഓപ്പൺ സിസ്റ്റംസ് ഹാവിങ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഈ മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ഓർഗനൈസേഷനെ നോക്കിക്കാണുന്നത് ഒരു ഡൈനാമിക് ഓപ്പൺ സിസ്റ്റമായിട്ടാണ്. ഹാവിങ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്, ഒന്നിലധികം ഒബ്ജക്റ്റീവ്സ് ഉള്ള അല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളുള്ള ഒരു ഡൈനാമിക് ഓപ്പൺ സിസ്റ്റം. എന്താണ് ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടേയിരിക്കുന്നതിനാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു തിയറി പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഓപ്പൺ സിസ്റ്റമാണ്. ഒന്നിലധികം മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉള്ള, ഒന്നിലധികം ലക്ഷ്യങ്ങളുള്ള ഒരു ഡൈനാമിക് ഓപ്പൺ സിസ്റ്റം, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പൺ സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്നാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിൽ പറയുന്നത്. Management is multidisciplinary and it draws knowledge from various fields to solve complex business problems. അപ്പോൾ ഈ ഒരു തിയറി പറയുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. മാനേജ്മെൻറ്റ് ഒരു ഫീൽഡിൽ മാത്രമല്ല പല ഫീൽഡിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോസ് നോളജ് ഫ്രം വാരിയസ് ഫീൽഡ്സ്, ഒരുപാട് വെറൈറ്റി ഉള്ള ഫീൽഡുകളിൽ നിന്നൊക്കെ നോളജിനെ നോളജിനെ എടുത്തിട്ട് ഓർഗനൈസേഷനിലെ കോംപ്ലക്സ് ബിസിനസ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, പല മേഖലയിൽ നിന്നുള്ള നോളജും എന്ത് ചെയ്യും, എടുക്കുന്നുണ്ട്. ആ നോളജുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ബിസിനസ് പ്രോബ്ലംസിനൊക്കെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. And they forecast environment changes through scientific techniques and discount them to the present business situations. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ചസ് മുൻകൂട്ടി അറിയാൻ അവർക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി അറിയാൻ പറ്റും. ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്, ത്രൂ സയൻറ്റിഫിക് ടെക്നിക്സ്, ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്സ് ആൻഡ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റ് മുൻകൂട്ടി മനസ്സിലാക്കുകയും ആൻഡ് ഡിസ്കൗണ്ട് ദം ടു ദ പ്രസൻറ്റ് ബിസിനസ് സിറ്റുവേഷൻസ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ബിസിനസ് സിറ്റുവേഷനിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യാണ്. ഇത്തരത്തിലാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്ന് ഓർക്കുക. ഓക്കെ, ദീസ് തിയറീസ് ഇൻക്ലൂഡ്, അപ്പോൾ ഈ തിയറിയിൽ വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറി, സിസ്റ്റംസ് തിയറി, കണ്ടിൻജൻസി തിയറി ആൻഡ് ഓപ്പറേഷണൽ തിയറി. ഇതൊക്കെയാണ് ഈ തിയറീസിൽ വരുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ക്വാണ്ടിറ്റേറ്റീവ് തിയറി. ഇറ്റ് യൂസസ് ദ സർവീസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് സ്പെഷ്യലിസ്റ്റ് ടു
അപ്ലൈ ഇൻ്റർ ഡിസിപ്ലിനറി ടെക്നിക്സ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. ഇവിടെ വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് തിയറിയിൽ ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് സ്പെഷ്യലിസ്റ്റുകൾ, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സംഖ്യാപരമായിട്ടുള്ള, ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് സർവീസുകളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരുപാട് ടെക്നിക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്. അതാണ് ക്വാണ്ടിറ്റേറ്റീവ് തിയറിയിൽ ചെയ്യുന്നത്. ബിസിനസ് പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാണ്? ക്വാണ്ടിറ്റേറ്റീവ് തിയറീസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർവീസസ് ആൻഡ് ടെക്നിക്സിനെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജ്മെൻറ്റ് സയൻസ്. It uses mathematical models like PERT, CPM, simulation, etc. to solve business problems. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ കാര്യമാണ് മാനേജ്മെൻറ്റ് സയൻസ്. മാനേജ്മെൻറ്റ് സയൻസിൽ പെടുന്നത് മാത്തമാറ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള PERT, CPM, സിമുലേഷൻ തുടങ്ങിയ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അതാണ് ഈ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. PERT, CPM, സിമുലേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് സയൻസ്. അതുപോലെ മറ്റൊന്നാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അതിൽ വരുന്നത് ഇറ്റ് അപ്ലൈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എക്സെട്ര ടു മാനേജ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഇവിടെ ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? പ്രൊഡക്ഷനും ഡെലിവറിയൊക്കെ നല്ല രീതിയിലേക്ക് ആക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുക. അതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് തിയറികൾ രണ്ടെണ്ണമാണ് വരിക, മാനേജ്മെൻറ്റ് സയൻസും അതുപോലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റും. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് സിസ്റ്റംസ് തിയറി. ആസ് പെർ ദിസ് അപ്രോച്ച് ഓർഗനൈസേഷൻ ഈസ് വ്യൂഡ് ഫ്രം സിസ്റ്റംസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഈ സിസ്റ്റംസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷനെ നോക്കിക്കാണുന്നത് സിസ്റ്റം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഒരു സിസ്റ്റത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഓർഗനൈസേഷനെ നോക്കിക്കാണുന്നത്. ഏത് തിയറിയിൽ? സിസ്റ്റംസ് തിയറിയിൽ. ദ മെയിൻ എലമെൻറ്റ്സ് ഓഫ് സിസ്റ്റംസ് അപ്രോച്ച് ആർ ഫോളോസ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കുറച്ച് എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓർഗനൈസേഷൻ ആസ് എ പേർപ്പസ്ഫുൾ സിസ്റ്റം കൺസിസ്റ്റിംഗ് സെവറൽ ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് പാർട്സ്. അപ്പോൾ ഈ ഒരു സിസ്റ്റംസ് തിയറിയിൽ പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതും ഒരു പേർപ്പസ്ഫുൾ സിസ്റ്റമാണ്, കൺസിസ്റ്റിംഗ് സെവറൽ ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് പാർട്സ്. ഒരുപാട് ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് പാർട്സ് വരുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ്, ഒരുപാട് പാർട്ടുകൾ ഉൾപ്പെടുന്ന ഒരു വലിയൊരു സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്നാണ് ഈ സിസ്റ്റം തിയറിയിൽ പറയുന്നത്. ഓക്കെ, ദ പാർട്സ് ഓർ കോമ്പോണൻറ്റ്സ് ഓഫ് ഈ സിസ്റ്റം ആർ കാൾഡ് സബ് സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് പാർട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് കോമ്പോണൻറ്റ്സ് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്നാണ് സിസ്റ്റം തിയറിയിൽ പറയണതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാർട്സ് അല്ലെങ്കിൽ കോമ്പോണൻറ്റ്സിനെ നമ്മൾ സബ് സിസ്റ്റംസ് എന്ന് വിളിക്കും. ഓക്കെ, ദ പൊസിഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഈച്ച് സബ് സിസ്റ്റം ക്യാൻ അനലൈസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ഓൺലി ഇൻ റിലേഷൻ ടു ദ അതർ സബ് സിസ്റ്റംസ് ആൻഡ് ടു ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. അപ്പോൾ ഇതിൽ ഓരോ സബ്സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഓരോ സബ്സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ എന്തും കൂടി വേണം? മറ്റ് സബ്സിസ്റ്റങ്ങളെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സബ്സിസ്റ്റങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു സിസ്റ്റമാണ് ഓർഗനൈസേഷൻ. ഓരോ സബ്സിസ്റ്റത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അതിനോടൊപ്പമുള്ള ബാക്കിയുള്ള സബ്സിസ്റ്റങ്ങളെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ മൊത്തത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഓരോ സബ്സിസ്റ്റത്തെക്കുറിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു എലമെൻ്റാണ് സിനർജി എഫക്റ്റ്. അതുപോലെ വേറെ ഒന്ന്, എവറി സിസ്റ്റം ഹാസ് എ ബൗണ്ടറി ദാറ്റ് സെപ്പറേറ്റ്സ് ഇറ്റ് ഫ്രം എൻവയോൺമെൻറ്റ്. എല്ലാ സിസ്റ്റത്തിനും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. ഈ സിസ്റ്റം തിയറിയാണ് പറയണത്. എല്ലാ സിസ്റ്റത്തിനും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും. ആ ബൗണ്ടറി നമ്മുടെ ഓർഗനൈസേഷനെ എൻവയോൺമെൻറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓർഗനൈസേഷനെ അതിൻ്റെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബൗണ്ടറി എല്ലാ സിസ്റ്റത്തിനും ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കിയത് ബിഹേവിയറൽ തിയറീസും അതുപോലെ മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസുമാണ്. പിന്നെ അതിൽ വരുന്ന 2 സബ് ഡിവിഷനും നോക്കി. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം പോയി കാണുക, എന്നിട്ട് മാത്രം ഇത് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കൂടാതെ വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്